നമസ്കാരം. നമ്മൾ പാർട്ട് 2 തുടങ്ങുകയാണ്. പാർട്ട് 1 എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. പാർട്ട് 1 നമ്മൾ എടുത്ത തിയറിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ട് 2 കൂടുതലായിട്ട് ചെയ്യാൻ പോകുന്നത്. സോ തിയറി പോർഷൻസ് എല്ലാം ഓർമ്മയുള്ള ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ് പാർട്ട് 2 എന്ന് പറയുന്നത്. സോ നമുക്ക് തുടങ്ങാം. അഗെയിൻ രണ്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് എ ആൻഡ് ഡി. ഓക്കെ, ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഡി ഈസ് കാൾഡ് കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 630 മൈനസ് 3 അല്ലെ. അപ്പം ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു 6. എളുപ്പമല്ലേ? ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്തുവാ ചെയ്യേണ്ടത്? A2 മൈനസ് A1 അല്ലെങ്കിൽ A3 മൈനസ് A2 അല്ലെങ്കിൽ A4 മൈനസ് A3 ചെയ്യണം. ഇതെല്ലാം എന്താണ്? ഡിഫറൻസ് തന്നെയാണ്. ഇതെല്ലാം ഒന്നായിരിക്കും. A2 നിന്ന് A1 കുറയ്ക്കുകയോ A3 നിന്ന് A2 കുറയ്ക്കുകയോ A4 നിന്ന് A3 കുറയ്ക്കുകയോ ചെയ്താൽ മതി. അപ്പൊ നോക്കി, A2 മൈനസ് A1 3 മൈനസ് 6 3 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3. A3 മൈനസ് A2 A3 എന്താണ്? 0 തേർഡ് ടേം 0 മൈനസ് A2 എന്താണ്? സെക്കൻഡ് ടേം 3 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3. A4 മൈനസ് A3 A4 ഏതാണ്? ഇത് മറന്നു പോകരുത്. A1 A2 A3 A4 ഇവിടെ എഴുതി വെച്ചോണം. A1 A2 A3 ആൻഡ് ദിസ് ഇസ് A4. A4 മൈനസ് A3 എന്ന് പറയുമ്പോൾ മൈനസ് 3 മൈനസ് ഓഫ് 0 ദാറ്റ് ഈസ് അഗൈൻ മൈനസ് 3. ഓക്കെ, മൂന്ന് ആൻസേഴ്സും എന്താണ്? സെയിം. അങ്ങനെ വരുന്നോണ്ടാണ് ഒരു ഫിക്സഡ് ടൈം. അപ്പൊ എന്താണ് ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത്? ഡി മൈനസ് 3. അപ്പൊ ഈ എ പിയിൽ മൈനസ് 3 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. എ പിയുടെ ഡെഫിനിഷൻ മറന്നു പോകരുത്. Arithmetic progression is a list of numbers in which each term is obtained by adding a fixed number to the preceding number. Preceding number നോട് ഓരോ ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ 3 കിട്ടാൻ 6 മൈനസ് 3 ആഡ് ചെയ്യണം. ഈ 0 കിട്ടാൻ 3 കൂടെ എന്താ ആഡ് ചെയ്യണം? മൈനസ് 3 ആഡ് ചെയ്യണം. ഈ മൈനസ് 3 കിട്ടാൻ 0 കൂടെ എന്താ ആഡ് ചെയ്യണം? മൈനസ് 3 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിന്റെ ആൻസർ. ഫസ്റ്റ് ടൈം എ ഇസ് ഈക്വൽ ടു 6, കോമൺ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു മൈനസ് 3 എടുത്ത് എഴുതിയാൽ മാത്രം മതി. അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ അഗെയിൻ ഫസ്റ്റ് ടൈം ഇസ് ഈക്വൽ ടു 6 അത് ഈസി ആയിട്ട് എടുത്ത് എഴുതാമല്ലോ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ A2 മൈനസ് A1 നോക്കാം. A1 A2 A3 A4 ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, ആദ്യമായിട്ട് ഞാൻ എഴുതിയതേ ഉള്ളൂ. അപ്പൊ 9 മൈനസ് 6 എത്രയാണ്? 9 മൈനസ് 6 ഇസ് ഈക്വൽ ടു 3. A3 മൈനസ് A2 എന്ന് പറയുമ്പോൾ 12 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. വേണമെങ്കിൽ A4 മൈനസ് A3 കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, A4 മൈനസ് A3 എന്താണ്? 15 മൈനസ് 12 ദാറ്റ് ഈസ് അഗൈൻ 3. സോ A is equal to 6, D is equal to 3. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമായിരിക്കും. എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമുള്ള സെക്ഷനുകളുടെ പാർട്ട് 1 വീഡിയോ ആണിത്. ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോർ ദ എ പി 3/2 1/2 -1/2 -3/2 etc. റൈറ്റ് എ ആൻഡ് ഡി ഫസ്റ്റ് ടൈം ആൻഡ് കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഫ്രാക്ഷൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ റൈറ്റ് എ. എളുപ്പമല്ലേ ഇത്? ഫസ്റ്റ് ടൈം ഇസ് ഈക്വൽ ടു 3/2 എഴുതാവുന്നല്ലേ ഉള്ളൂ നമുക്ക്. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് ഡി. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഒന്നി നമുക്ക് A2 മൈനസ് A1 നോക്കാം. A2 ഏതാണ്? ഇതാണ് A2 സെക്കൻഡ് ടൈം 1/2 മൈനസ് 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. 1 മൈനസ് 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 3 എന്താണ്? മൈനസ് 2 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1. അപ്പൊ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അടുത്തത്, അപ്പൊ ഡി നമുക്ക് എന്തെന്ന് കിട്ടി? ഡി ഈസ് ഈക്വൽ ടു A2 മൈനസ് A1 മതി. എന്നാലും നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്കാം. എന്താണ്? A3 മൈനസ് A2 കൂടി ചെക്ക് ചെയ്തേക്കാം. ഏതാ A3? ഇതാണ് A3 തേർഡ് ടേം -1/2 മൈനസ് ഓഫ് 1/2. ഓക്കെ, നോക്കിക്കേ,
ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. സോ ഞാൻ -1 ഹോൾ ഡിവൈഡ് ബൈ 2 എഴുതി. -1 കൂടി എന്താണ് -2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു അഗൈൻ കട്ടായി പോ -1. ഓക്കെ, ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. A is equal to 3/2 and D is equal to -1. This is the answer. So ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അപ്പൊ ഇതൊക്കെ നല്ലതുപോലെ ഈ ഒരു കാൽക്കുലേഷൻസിലൊക്കെ കൊണ്ടിട്ട് തെറ്റിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് AP ഉള്ളതെന്നും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് ഇത് സിമ്പിൾ ആണെന്നും കരുതി വായിച്ചു നോക്കാൻ ആരും നിൽക്കരുത്. മാക്സിമം എന്ത് തന്നെ നോക്കണം, ചെയ്ത് തന്നെ നോക്കണം. 2 or 3 തവണ ചെയ്തു നോക്കണം. ഓക്കെ, അടുത്ത ഈ ഒരു ക്വസ്റ്റ്യനൂടെ ചെയ്ത് കഴിയുമ്പോൾ എക്സസൈസ് 5.1 എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എക്സസൈസ് 5.1 ലാസ്റ്റ് കാറ്റഗറി ക്വസ്റ്റ്യന്റെ എക്സാമ്പിൾ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഫോം ആൻ AP? ഇതിൽ ഏതൊക്കെയാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്യുന്നത്? ഇഫ് ദേ ഫോം ആൻ AP, അങ്ങനെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ദ നെക്സ്റ്റ് 2 ടേംസ്, അടുത്ത 2 ടേംസും കൂടി എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. അപ്പോ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യമായിട്ട് ഈ തന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് സീക്വൻസസിൽ ഏതൊക്കെയാണ് AP എന്ന് ചെക്ക് ചെയ്യണം. ചില ക്വസ്റ്റ്യൻസിൽ അവര് ഗിവൺ ബിലോ ആൻഡ് AP എന്ന് തരും. അപ്പൊ നമുക്കറിയാം അത് AP ആണെന്ന്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെക്ക് ചെയ്യണ്ട. ഇവിടെ ചോദിച്ചിട്ടുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഫോം ആൻഡ് AP, ഏതൊക്കെ നമ്പേഴ്സ് AP ആകും എന്ന് ചോദിച്ചിട്ടുണ്ട്. സോറി, ഏതൊക്കെ സീക്വൻസസ് AP ആകും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം AP ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ഇഫ് ദേ ഫോം ആൻ AP റൈറ്റ് ദ നെക്സ്റ്റ് 2 ടേംസ്, അടുത്ത 2 ടേംസും കൂടി എഴുതണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 4, 10, 16, 22 എക്സെട്ര. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് AP ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, A2 മൈനസ് A1 എന്താന്ന് നോക്കണം. A2 ഏതാണ് 10, A1 എന്താണ് 4. അപ്പം 10 മൈനസ് 4 is equal to 6. ഓക്കെ, അടുത്തത് കൂടെ ചെക്ക് ചെയ്യണം. വീണ്ടും A3 മൈനസ് A2 ചെക്ക് ചെയ്യണം. A3 മൈനസ് A2 ചെക്ക് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും, 16 മൈനസ് 10 എന്ത് വരും, 16 മൈനസ് 10 is equal to 6. ഒന്നും കൂടി ചെക്ക് ചെയ്തേക്കാം, കുഴപ്പമില്ല. A4 മൈനസ് A3 ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 22 മൈനസ് 6, 22 മൈനസ് 16 ദാറ്റ് ഈസ് അഗൈൻ 6. അപ്പൊ നോക്കിക്കേ, ഇവിടുത്തെ ഡിഫറൻസ് എല്ലാം, ഇതെല്ലാം ഡിഫറൻസ് ആണ്. ഇതും ഡിഫറൻസ് ആണ്, ഇത് ഡിഫറൻസ് ആണ്, ഇതും ഡിഫറൻസ് ആണ്. എല്ലാ ഡിഫറൻസും നമുക്ക് കിട്ടിയേക്കുന്ന എന്ത് തന്നെയാണ്, 6. സോ അപ്പൊ ഇതിൽ നിന്നും ഇതൊരു AP ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഓരോ പ്രൊസീഡിംഗ് ടേമിന്റെ കൂടെയും 6 ആഡ് ചെയ്യുമ്പോഴാണ് അടുത്തടുത്ത ടേംസ് നമുക്ക് കിട്ടുന്നത്. സോ ഡിഫറൻസ് ഈസ് സെയിം, therefore this is an AP. ഓക്കെ, അപ്പം ഇതിന്റെ ഡിഫറൻസ് സെയിം ആയതുകൊണ്ടാണ് ഇത് AP എന്ന് എഴുതിയത്. ഓക്കെ, അപ്പൊ അടുത്ത 2 ടേംസ് എന്ന് പറയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് 2 ടേംസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ്റെത്? ഈ 22ന്റെ കൂടെ വീണ്ടും 6 ആഡ് ചെയ്താൽ മതി, ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് 2 ടൈംസ് 22 പ്ലസ് 6 is equal to 28. 28 പ്ലസ് 6 is equal to എത്ര എഴുതാം, 34. അപ്പൊ നെക്സ്റ്റ് 2 ടേംസ് ഏതൊക്കെയാണ്, 28ഉം 34ഉം ആണ് നെക്സ്റ്റ് 2 ടേംസ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ഒരു സീക്വൻസ് തന്നാല് അതില് ഡിഫറൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. A2 മൈനസ് A1 ചെക്ക് ചെയ്യണം, A3 മൈനസ് A2, A4 മൈനസ് A3 ഇതെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ആ ഓരോ സ്ഥലത്തും കിട്ടുന്ന ഡിഫറൻസ് ഈക്വൽ ആണെങ്കിൽ, ഒരു ഫിക്സഡ് നമ്പർ ആണെങ്കിൽ ദിസ് ഈസ് ആൻ AP. അടുത്ത 2 or 3 ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ലാസ്റ്റ് എത്രാമത്തെ ടേം ആണോ വന്ന് നിൽക്കുന്നത് അതിന്റെ കൂടെ ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. 22 പ്ലസ് 6 എത്ര വരും, 28. അഗെയിൻ 28ന്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ 34. അതിവിടെ എഴുതണമെന്നില്ല, ഇവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് 2 ടേംസ് ആർ 28 ആൻഡ് 34. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് വീഡിയോ പോസ് ചെയ്തതിനു ശേഷം ഇത് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാം കൂടി എഴുതുകയോ ചെയ്യാം. അപ്പൊ ഇവിടെ എഴുതണം ദിസ് ഈസ് ആൻ AP എന്ന് എഴുതണം. ഓക്കെ, ദിസ് ഈസ് ആൻ AP എന്ന് എഴുതണം.
അടുത്ത് ക്വസ്റ്റ്യനും ആൻസറും കൂടെ ഒരുമിച്ച് എഴുതി വെക്കരുത്. ക്വസ്റ്റ്യൻ എഴുതിയതിനു ശേഷം വേണം ആൻസർ എഴുതാനായിട്ട്. അടുത്ത് നോക്കിയാൽ 1 -1 -3 -5 എക്സെട്ര. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം a2 - a1 അല്ലെ. a2 - a1 എന്താണ്? -1 ന് എന്ത് കുറയ്ക്കണം? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 -1 that is equal to -2. ഓക്കെ, ഇവിടെ നോക്കേ -3 a3 - a2 എന്ത് കിട്ടും? ഈ ടേമിൽ നിന്ന് ഇത് കുറയ്ക്കണം. അപ്പം -3 minus of -1 -3 നിന്ന് എന്ത് കുറയ്ക്കണം? -1 that is equal to -3 plus 1 that is equal to -2. അതും ഈക്വൽ ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി വേണമെങ്കിൽ ഒരെണ്ണോടെ ചെയ്ത് നോക്കാം. ഏതാണ്? a4 - a3 ചെയ്ത് നോക്കാം. ഏതാണ് a4? -5. സോ -5 minus of a3 എത്ര? -3 -5 ഇത് രണ്ടും കൂടെ പ്ലസ് ആവും, +3 that is equal to -2. So here again difference is same, -2 തന്നെ കിട്ടി. So here difference is equal to -2 ആണ്. അതുകൊണ്ട് എന്താണ്? ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് this is again എന്താണ്? AP എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത 2 ടേംസ് കിട്ടാനായിട്ട് -5ന്റെ കൂടെ നെക്സ്റ്റ് ഞാൻ ഇവിടെ എഴുതുവാണ്. നെക്സ്റ്റ് 2 ടേംസ് എങ്ങനെ കിട്ടുന്നത്? -5ന്റെ കൂടെ -2 ആഡ് ചെയ്യണം. സോ -7 -7ന്റെ കൂടെ വീണ്ടും ഡിഫറൻസ് ആയിട്ടുള്ള -2 ആഡ് ചെയ്യുമ്പോൾ -9. ഓക്കെ, അപ്പൊ ഇത്ര എഴുതി വെക്കുക. എനിക്കിനി ഇവിടെ എഴുതാനുള്ള സ്ഥലമില്ല. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ അതിന്റെ ആൻസേഴ്സ് ഇത്ര എഴുതിയതിനു ശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു പോവാം. അപ്പൊ മറക്കരുത്, ദിസ് ഈസ് ആൻ AP എന്ന് എഴുതിയതിനു ശേഷം ഇത്ര എഴുതി വെക്കാം. ഓക്കെ, അടുത്ത കേസ് നമുക്ക്, അപ്പൊ ഇത് രണ്ടെണ്ണം AP ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാൻ പോവാണ്. അതിന്റെ കേസിൽ ഈ കേസ് എടുക്കുവാണെങ്കിൽ a2 - a1 എന്താണ്? a2 - a1 is equal to 2 minus -2. Okay, 2 minus of -2 that is equal to 2 plus 2 that is equal to 4. a3 - a2 എന്ന് പറഞ്ഞാൽ -2 and ഈ -2 ഈ a3 ഈ ടേം തേർഡ് ടേം -2 that is equal to -4 വന്നു. ഓക്കെ, അപ്പൊ നോക്കേ a2 - a1 4ഉം a3 - a2 എന്താണ്? -4. അതിന്റെ അർത്ഥം ഈ ഡിഫറൻസ് അല്ല ഇവിടെ ഉള്ളതാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിഫറൻസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിഫറൻസും എല്ലാം എന്തല്ല? സെയിം അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? a2 - a1 നോട്ട് ഈക്വൽ ടു a3 - a2 എന്ന് എഴുതണം. അപ്പം ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. a2 ഇതാണ് ഇവിടെ എഴുതി വെക്കാം ഞാൻ. AP ആണെങ്കിൽ a2 - a1 എന്ന് പറഞ്ഞാലും a3 - a2 എന്ന് പറഞ്ഞാലും a4 - a3 എന്ന് പറഞ്ഞാലും അങ്ങനെ അങ്ങനെ എക്സെട്ര. ഇപ്പം എന്താ പറയാ, a5 - a4 ഇതെല്ലാം എന്തായിരിക്കും? ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഒരു ടേമിൽ നിന്നും അതിന് തൊട്ട് മുന്നേ ഉള്ള ടേം കുറച്ചാൽ എല്ലാം എന്തായിരിക്കും? ഡിഫറൻസ് സെയിം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 2ൽ നിന്ന് -2 കുറച്ചപ്പോൾ 4 വന്നു. -2ൽ നിന്ന് 2 കുറച്ചപ്പോഴത്തേക്ക് എന്ത് വന്നു? -4 വന്നു. സോ a2 നിങ്ങൾ എഴുതേണ്ട ഇങ്ങനെയാണ്: a2 - a1 നോട്ട് ഈക്വൽ ടു a3 - a2. therefore this is not AP. അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് എന്ത് ഫോം ചെയ്യുന്നില്ല? AP ഫോം ചെയ്യുന്നില്ല. ഓക്കെ, ഇത്ര എഴുതി വെച്ചാൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇത് നോട്ട് AP. അപ്പൊ ഇതിന്റെ ആൻസർ ഇങ്ങോട്ട് എഴുതുവാണ്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. a2 - a1 is equal to, ഇവിടെ a2 ഏതാ? 1 - 1. 1 - 1 is equal to 0. a3 - a2 ഏതാണ്? 1. ഇവിടെ എന്താ? 1. So 1 - 1 is equal to 0. ഒരെണ്ണോടെ ചെക്ക് ചെയ്യാമേ. ഏതാണ്? a4 - a3. a4 ആണ് ഇവിടെ. a4 - a3 എന്ന് പറയുമ്പോഴത്തേക്ക് a4 എത്ര? 2 - 1. So 2 - 1 is equal to 1. So ഡിഫറൻസ് എന്തല്ല? സെയിം അല്ല. അതാ നോക്കി നമുക്ക് ഇങ്ങനെ എഴുതാം. a4 - a3 not equal to a3 - a2. therefore this is not AP. ഇതും എന്തല്ല? AP അല്ല. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ മനസ്സിലായല്ലോ. ഒരു സീക്വൻസ് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ.
A2 minus A1, A3 minus A2, A4 minus A3 എല്ലാം ചെയ്ത് നോക്കാം. ആ ഡിഫറൻസ് ഈക്വൽ ആണെങ്കിൽ അത് എന്താണ്? AP ആണ്. അങ്ങനെ AP ആണെങ്കിൽ അടുത്ത ടേംസ് കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ടേമിലൂടെ അത് ആഡ് ചെയ്ത് പോയാൽ മാത്രം മതി. ഈ രണ്ട് കേസ് നോട്ട് AP, ഈ രണ്ട് കേസ് എന്താണ്? AP. ക്ലിയർ? പാർട്ട് 1ഉം അതേ കണക്ക് തന്നെ പാർട്ട് 2ന്റെ ഇതുവരെയുള്ള സെക്ഷൻസ് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾക്ക് എക്സസൈസ് 5.1ലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിരുന്നാൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. സോ എക്സസൈസ് 5.1ലെ ക്വസ്റ്റ്യൻ നമ്പർ 2. റൈറ്റ് ദ ഫസ്റ്റ് 4 ടേംസ് ഓഫ് AP when A and D are given. സോ അടുത്ത 4 ടേംസ് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഫസ്റ്റ് 4 ടേംസ്. ഓക്കെ. സോ A is equal to 10, D is equal to 10. സോ A തന്നെയല്ലേ ഇത്? 10. ഓക്കെ. സോ ഫസ്റ്റ് ടൈം A തന്നെയാണ്. A തന്നെ ഞാൻ ഇവിടെ എഴുതി. ഓക്കെ. 10. അതിലൂടെ കോമൺ ഡിഫറൻസ് 10 ആഡ് ചെയ്യുമ്പോൾ 20, വീണ്ടും ഡിഫറൻസ് 10 ആഡ് ചെയ്യുമ്പോൾ 30, വീണ്ടും ഡിഫറൻസ് 10 ആഡ് ചെയ്യുമ്പോൾ 40. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ടൈം കൂടെ എഴുതുക, ഡിഫറൻസ് ആഡ് ചെയ്ത് പോയാൽ മതി. നമുക്ക് എന്ത് കിട്ടും? AP കിട്ടും. സോ ദിസ് ഈസ് AP. ഓക്കെ. സോ A minus 1, D 1/2 ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. സിമ്പിൾ കാൽക്കുലേഷൻസ് ചെയ്ത് തെറ്റിക്കാതിരിക്കുക. ഓക്കെ. സോ A is equal to -1. ഫസ്റ്റ് ടൈം നമ്മൾ -1 എഴുതി. അതിന്റെ കൂടെ D എത്രയാണ്? 1/2 ആഡ് ചെയ്യുമ്പോഴാണ് -1/2 കിട്ടുന്നത്. അതിന്റെ കൂടെ വീണ്ടും 1/2 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 0, വീണ്ടും 1/2 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 1/2 വരും. 0യുടെ കൂടെ 1/2 ആഡ് ചെയ്യുമ്പോൾ 1/2 വരും. അപ്പൊ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കേസ് സിമ്പിൾ കാൽക്കുലേഷൻസ് തെറ്റിച്ച് വെക്കരുത്. കാര്യം ഫസ്റ്റ് ടൈം -1 ഇവിടെ എഴുതി -1, അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് 1/2 ആണ്. ഈ അഡീഷൻ ഒക്കെ ചില കുട്ടികൾ തെറ്റിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? -1ന്റെ ഡിനോമിനേറ്റർ 1 ഇട്ട് കൊടുക്കാം. അതിനുശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 into -1 -2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1 into 1 1 ഡിവൈഡ് ബൈ 1 into 2 2. -2ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -1 ഡിവൈഡ് ബൈ 2. സോ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. സോ -1/2. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെക്ക് ചെയ്യുക. അടുത്തതായിട്ട് A is equal to -1.25, D is equal to -0.25. ഇവിടെയും അതേ കണക്ക് തന്നെ ഫസ്റ്റ് ടൈം എടുത്ത് എഴുതുക, പിന്നെ അതിന്റെ കൂടെ -0.25 ആഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് -1.50 അങ്ങനെ വരും. ഓക്കെ. സോ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3ന്റെയും 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം. അടുത്തത് 5.1ലെ ക്വസ്റ്റ്യൻ നമ്പർ 3ലെ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ ദ ഫോളോയിങ് APs റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് ദ കോമൺ ഡിഫറൻസ്. ഓക്കെ. അപ്പൊ ഇത് AP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർ ദ ഫോളോയിങ് APs. അപ്പൊ 3 1 -1 -3. ഇതിലെ ഫസ്റ്റ് ടേം എന്താണ്? A is equal to 3. ഇത് തന്നെയാണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? A2 minus A1. A2 എത്ര? 1. A1 എത്ര? 3. സോ 1 - 3 is equal to -2. ഇതാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഓക്കെ. വേണമെങ്കിൽ നമുക്ക് ഈ കേസിൽ A3 minus A2 കൂടെ D കണ്ടുപിടിക്കാൻ ചെക്ക് ചെയ്യാം. അപ്പൊ എന്താണ്? A3 എത്രയാണ്? -1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 minus A2 എത്ര? -1. ദാറ്റ് ഈസ് ഈക്വൽ ടു -2. പക്ഷെ അതിന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇത് AP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കേസിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. AP ആണോ ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനെ 2 ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഓക്കെ. അടുത്ത കേസ് 1/3, 5/3, 9/3 എക്സെട്ര. സോ അഗൈൻ ഇവിടുത്തെ A ഫസ്റ്റ് ടൈം എന്താ? 1/3. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് 5/3 ഈ ടൈമിൽ നിന്നും 1/3 നമ്മൾ കുറച്ചു. A2 minus A1 ദാറ്റ് ഈസ് 4/3. ഓക്കെ. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസും ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ആ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ തന്നെ ചെയ്യുക. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 3. 3ല് 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻ നമ്പർ 1, 2ലും അതേ കണക്ക് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. ഈ 4ലും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം. സോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തതിന് ശേഷം ടെക്സ്റ്റിന്റെ ബാക്കിൽ സൊല്യൂഷൻ ഉണ്ട്. ഫൈനൽ സൊല്യൂഷൻ, ആ സൊല്യൂഷൻ ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എക്സസൈസ് 5.1ലെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. 4ൽ തന്നെ 15 ക്വസ്റ്റ്യൻസോളം വരുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ APs? ഇഫ് ദേ ഫോം ആൻ AP, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് D ആൻഡ് റൈറ്റ് 3 മോർ ടേംസ്. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം.
അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് എഴുതണം. അതുപോലെ തന്നെ അടുത്ത 3 ടേംസ് കൂടി നമ്മൾ ചെയ്യണം. ഓക്കെ, കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇതിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് 2, 4, 8, 16 എക്സെട്ര. ഓക്കെ, അപ്പൊ ഇത് AP ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് A1, ഇത് A2, ഇത് A3, ഇത് A4 എക്സെട്ര. ഓക്കെ, നമ്മൾ ആദ്യം A2 മൈനസ് A1 കണ്ടുപിടിക്കും. A2 മൈനസ് A1 എന്താണ്? 4 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അടുത്ത ചെക്ക് ചെയ്യും. A3 മൈനസ് A2 കണ്ടുപിടിക്കും. 8 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. Therefore A2 minus A1 not equal to A3 minus A2. Therefore this is not an AP. ഇത് എന്തല്ല? AP അല്ല. കാരണം AP ആണെങ്കിൽ നമ്മുടെ ഈ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്ര എഴുതി വെച്ചാൽ മതി. AP ആണെങ്കിൽ മാത്രം നമുക്ക് കോമൺ ഡിഫറൻസും നെക്സ്റ്റ് 3 ടൈംസും ഒക്കെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. സോ അടുത്ത ക്വസ്റ്റ്യൻ -1.2, -3.2, -5.2, -7.2 എക്സെട്ര. ഓക്കെ, ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. A2 മൈനസ് A1 എന്ന് പറഞ്ഞാൽ -3.2 -1.2. അപ്പൊ ഈ മൈനസ് ഇടാൻ മറക്കരുത്. ഇത് ഓൾറെഡി ഫോർമുലയിലുള്ള മൈനസ് ആണ് ഈ മൈനസ് എന്ന് പറയുന്നത്. സോ A2 മീൻസ് -3.2, ഈ മൈനസ് ഇട്ടു. അതിനുശേഷം A1 എന്താണ്? -1.2. ഓക്കെ, അപ്പൊ എന്ത് വരും? -3.2 മൈനസ് മൈനസ് പ്ലസ് ആവും 1.2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -2 കിട്ടും. ഓക്കെ, സോ -3.2 1.2 കൂടെ ആഡ് ചെയ്യുമ്പോൾ -2. ഓക്കെ, അടുത്ത ഒരു ഡിഫറൻസ് കൂടെ നോക്കാം. A3 മൈനസ് A2 ഇസ് ഈക്വൽ ടു ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. -5.2 മൈനസ് ഓഫ് -3.2 again -5.2 ഇതും കൂടെ പ്ലസ് ആവും 3.2. സോ നോക്കെ -5.2 പ്ലസ് 3.2 ഡിഫറൻസ് എന്ത് വരും? -2. ഓക്കെ, സോ രണ്ടിടത്തും -2 വന്നു. അതായത് A2 മൈനസ് A1 ഉം A3 മൈനസ് A2 എന്ത് വന്നു? -2 വന്നു. Therefore നമുക്ക് പറയാം കോമൺ ഡിഫറൻസ് D is equal to -2. അതൊക്കെ തന്നെ നെക്സ്റ്റ് എത്ര ടേംസ് ആണ്? 3 ടേംസ്. നെക്സ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ടേം എന്താണോ അതിന്റെ കൂടെ -2 ആഡ് ചെയ്താൽ മതി. -7.2 കൂടെ -2 ആഡ് ചെയ്യുമ്പോൾ -9.2, വീണ്ടും -2 ആഡ് ചെയ്യുമ്പോൾ -11.2, വീണ്ടും -2 ആഡ് ചെയ്യുമ്പോൾ -13.2. സോ ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, അപ്പൊ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 plus √2, 3 plus 2 √2, 3 plus 3 √2 എക്സെട്ര. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് A1, ഇതെന്താണ്? A2. സോ A2 മൈനസ് A1 ഇസ് ഈക്വൽ ടു 3 plus √2 മൈനസ് 3 എന്ന് വരും. 3 3 ക്യാൻസൽ ആയി പോകും. ആൻസർ ഈസ് √2. അടുത്ത ചെക്ക് ചെയ്യാം. A3 മൈനസ് A2 എന്ന് പറഞ്ഞാൽ ഇത് A3. ഓക്കെ, 3 plus 2 √2 മൈനസ് ഓഫ് ബ്രാക്കറ്റ് ഇടണം. കാരണം A2 എന്ന് പറഞ്ഞാൽ 2 ടേം ആണുള്ളത്. Therefore 3 plus √2 2 ടേം മീൻസ് A2 2 സെക്ഷൻസ് ഉണ്ട്. 3 ഉണ്ട് പ്ലസ് √2 ഉണ്ട്. സോ അങ്ങനെ 2 സെക്ഷൻസ് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ഇട്ട് കൊടുക്കും. സോ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് 3 plus 2 √2 -3 മൈനസ് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് -√2. 3 3 അഗെയിൻ ക്യാൻസൽ ആയി പോയി. 2 √2 മൈനസ് √2. 2 √2 എന്താ ഇങ്ങനെ വരും? 2 √2 മൈനസ് √2. 2 √2 നിന്ന് √2 കുറച്ചാൽ എന്ത് കിട്ടും? ആൻസർ √2. വേണമെങ്കിൽ അടുത്തതും ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് A4 മൈനസ് A3യും ചെക്ക് ചെയ്ത് നോക്കാം. അതും √2 തന്നെ കിട്ടും. സോ അപ്പൊ ഇവിടെ എഴുതണം ദിസ് ഈസ് AP എന്ന്. കാരണം എന്താ? A2 മൈനസ് A1 ഇസ് ഈക്വൽ ടു എന്താണ്? A3 മൈനസ് A2. അപ്പൊ കോമൺ ഡിഫറൻസ് ആണ്, അതുകൊണ്ട് ഇത് AP ആണ്. സോ D എത്ര ആണ്? √2. നെക്സ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞാല് ഈ 3 plus 3 √2ന്റെ കൂടെ √2 ആഡ് ചെയ്യണം. സോ നോക്കെ 3 plus 3 √2ന്റെ കൂടെ √2 ആഡ് ചെയ്യുമ്പോൾ എളുപ്പമാണ്. 3 plus 3 √2ന്റെ √2 ആഡ് ചെയ്യുമ്പോൾ 4 √2. എഗെയിൻ ഒരു √2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 plus 5 √2. ഒരു √2 കൂടി ആഡ് ചെയ്യുമ്പോൾ 3 plus 6 √2. ഇതാണ് നെക്സ്റ്റ് 3 ടേംസ്. അപ്പം ചെക്ക് ചെയ്തതിന് ശേഷം AP ആണെങ്കിൽ AP എടുത്ത് എഴുതണം. അത് കഴിഞ്ഞിട്ട് കോമൺ ഡിഫറൻസ് എഴുതണം.
അതിനുശേഷം നെക്സ്റ്റ് 3 ടേംസ് എഴുതണം. ഓക്കെ, അപ്പൊ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ -1/2 -1/2 -1/2 എക്സെട്ര. സോ ഈ കേസ് നോക്കിക്കേ, a2 മൈനസ് a1 എന്താണ്? -1/2 -1/2. അതായത് ഇത് a1, ഇത് എന്താണ്? a2. a2ൽ നിന്ന് a1 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് -1/2 + 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ ഇത് തന്നെ സംഭവിക്കും. a3 മൈനസ് a2 ചെയ്യുമ്പോഴും എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. സോ ഡിഫറൻസ് ഈസ് സെയിം. Therefore a2 minus a1 is equal to a3 minus a2. Therefore this is AP. ഇത് AP ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താണ്? 0. ഡിഫറൻസ് d is equal to 0. നെക്സ്റ്റ് 3 ടേംസ്, അടുത്ത 3 ടേംസ് എന്ന് പറഞ്ഞാല് വീണ്ടും ഇത് തന്നെ -1/2 കൂടെ ഡിഫറൻസ് 0 ആഡ് ചെയ്താൽ എന്ത് തന്നെ കിട്ടും? -1/2 -1/2 -1/2. ഇത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ a² a³ a⁴ എക്സെട്ര. സോ ഈ a മീൻസ് a⁴1 എന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ ഇവിടെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ഇവിടെ നമുക്ക് a2 മൈനസ് a1 എന്നിടാം. ടേംസ് തന്നെ a ആണ്, അപ്പൊ അത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. a2 മൈനസ് a1 മീൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ദാറ്റ് ഈസ് a² മൈനസ് എന്താണ്? a⁴1. അപ്പൊ ഇത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഇട്ടേക്കാനേ പറ്റുള്ളൂ. അടുത്തത് തേർഡ് ടേമിന് സെക്കൻഡ് ടൈം കുറയ്ക്കാം. a3 മൈനസ് a2 ദാറ്റ് ഈസ് ഈക്വൽ ടു a⁴3 മൈനസ് a⁴2. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഇട്ടേക്കാനേ പറ്റത്തുള്ളൂ. Therefore difference is not same. ഇങ്ങനെ എഴുതാം, a3 മൈനസ് a2 നോട്ട് ഈക്വൽ ടു a2 മൈനസ് a1. a3 മൈനസ് a2 നോട്ട് ഈക്വൽ ടു a2 മൈനസ് a1. Therefore this is not AP. അടുത്ത ക്വസ്റ്റ്യൻ √2 √8 √18 √32 എക്സെട്ര. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം √2 എഴുതുക. √8നെ നമുക്ക് വേറൊരു ഫോമിലേക്ക് ആക്കാം. നോക്കി, √8 is equal to √8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2. 2 2s are 4, 4 2s are 8 അല്ലെ? അപ്പൊ ഈക്വൽ ആണ്. നോക്കിക്കേ, ഈ റൂട്ടിനകത്തുള്ള 2 2നെ നമുക്ക് പുറത്തെടുക്കാം. സോ 2 ആവും, ഒരു 2 അവിടെ അവശേഷിക്കും. Therefore എന്ത് വരും? 2√2. ഓക്കെ, സോ √8നെ √2 × 2 × 2 എന്ന് എഴുതാം. സോ അതിൽ 2 2ൽ ഒരെണ്ണത്തിനെ പുറത്തെടുക്കാം, ബാക്കി ഒരു 2 അവിടെ തന്നെ ഉണ്ടാവും. ദാറ്റ് ഈസ് 2√2. സോ അപ്പൊ ഇതിനെ നമുക്ക് 2√2 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ √18നെ നമ്മൾ ചെയ്യണം. അപ്പൊ എന്തായിരിക്കും? √18 is equal to √. അപ്പൊ നമ്മൾ അത് ചെയ്ത് നോക്കാം. 18നെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 2 times 9, 3 times 3. സോ 2 × 3 × 3 ആണ് 18. സോ √18 is equal to √2 × 3 × 3. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് 2 3ൽ ഒരു 3നെ എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. 3, ആ √2 അവിടെ തന്നെ ഉണ്ടാവും. ദാറ്റ് ഈസ് 3√2. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായി? 3√2. അതുപോലെ തന്നെ നമുക്ക് എന്തിനേയും ചെയ്യാം? നമുക്ക് √32നെയും ചെയ്യാം. സോ നോക്കിക്കേ, √32 is equal to 32നെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 2 ഉണ്ട് 16, 2 ഉണ്ട് 8, 2 ഉണ്ട് 4, 2 ഉണ്ട് 2. സോ 1 2 3 4 5. 1 2 3 4 5. 5 ടൈംസ് 2 ഉണ്ട്. ഇതിൽ നിന്ന് ഈ 2 പെയറിനെ നമുക്ക് പുറത്തെടുക്കാം. സോ ഇത് ഒരു 2, ഇതൊരു 2 ഇൻറ്റു എന്ത് വരും? ഒരു √2. അതായത് പെയർ ഇല്ലാത്ത ഒരു √2 റൂട്ടിനകത്ത് തന്നെ ഉണ്ടാവും. സോ 2 × 2 എത്ര? 4√2. അതായത് 2 എണ്ണം ഉള്ളതിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുക്കും, ഇവിടെയും 2 എണ്ണം ഉള്ളതിൽ നിന്ന് ഒരെണ്ണത്തിനെ പുറത്തെടുക്കും. അത് നമ്മൾ മൾട്ടിപ്ലൈ 2 × 2 4√2. സോ ദിസ് ഈസ് 4√2. ഓക്കെ, സോ അപ്പൊ നമുക്ക് √8 √18 √32 മാറി 2√2 3√2 4√2 ആയി. ഇനി ഡിഫറൻസ് നോക്കാം. a2 മൈനസ് a1 എന്താവും? a2 മൈനസ് a1 എന്ന് പറഞ്ഞാല് 2√2 മൈനസ് √2. 2√2 എന്ന് √2 പോയി കഴിഞ്ഞാൽ എത്രയാണ്? √2. സോ ഇത് പലർക്കും ഡൗട്ട് ഉള്ളതാണ്. 2x-ൽ നിന്ന് x കുറച്ചാൽ എന്ത് കിട്ടും? x. അത് കണക്ക് തന്നെ 5x-ൽ നിന്ന് 3x കുറച്ചാൽ എത്ര കിട്ടും? 2x. അതുപോലെ തന്നെയാണ് 2√2-ൽ നിന്നും √2, ദാറ്റ് ഈസ് 1√2 എന്നാണ് ഇതിന്റെ അർത്ഥം. സോ 2√2-ൽ നിന്നും 1√2 കുറച്ചാൽ എത്ര കിട്ടും? √2. അത് കണക്ക് തന്നെ a3 മൈനസ് a2 ചെയ്യുവാണെങ്കിൽ 3√2
3√2 minus 2√2. 3√2 നിന്ന് 2√2 പോയി കഴിഞ്ഞാൽ ആൻസർ അഗൈൻ √2. സോ ഇവിടെ നമുക്ക് എഴുതാം a2 minus a1 is equal to a3 minus a2. Therefore, this is AP. ഇപ്പൊ ഇതെന്താണ് AP ആണ്. സോ അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് √2 ആണ്. നെക്സ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4√2 അല്ലേ, അതിന്റെ കൂടെ √2 ആഡ് ചെയ്യുമ്പോൾ 5√2, വീണ്ടും √2 ആഡ് ചെയ്യുമ്പോൾ എത്ര 6√2, വീണ്ടും √2 ആഡ് ചെയ്യുമ്പോൾ എത്ര 7√2. ഓക്കെ, സോ 4√2 കൂടെ √2 ആഡ് ചെയ്യുമ്പോൾ 5√2, വീണ്ടും √2 ആഡ് ചെയ്യുമ്പോൾ 6√2, വീണ്ടും √2 ആഡ് ചെയ്യുമ്പോൾ എത്ര 7√2. പക്ഷെ ടെക്സ്റ്റിൽ കിടക്കുന്ന ആൻസേഴ്സ് ഇത് മൂന്നും അല്ല. അതിന്റെ റീസൺ പറഞ്ഞുതരാം. നോക്കേ, 5√2 നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? റൂട്ടിനകത്ത് 2 5 ഉണ്ടാവും, ഒരു 2 ഉണ്ടാവും. ഈ 2 5 ഒരെണ്ണത്തിനായിരിക്കും പുറത്തെടുക്കുന്നത്, ദാറ്റ് ഈസ് 5√2. പക്ഷെ നമ്മൾ പുറത്തെടുക്കുന്നില്ലെങ്കിലോ 5 5s are 25, 25 into 2 എത്ര 50. അപ്പൊ ഇവിടെ ടെക്സ്റ്റിൽ കിടക്കുന്ന ആൻസർ √50 ആണ്. സോ ആലോചിക്കുക, ഇത് എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. അതുകൊണ്ടൊക്കെ തന്നെ 6√2 എങ്ങനെയാണ്? 6√2 എന്ന് പറഞ്ഞാല് റൂട്ടിനകത്ത് 6 into 6 into എത്രയാണ് 2 ആണ്. സോ 6 6 are 36, 36 into 2 എത്ര 72, √72. അപ്പൊ ഇതിന് വരെ നമുക്ക് √72 ഇടാം. സെയിം വേ 7√2 ആകുമ്പോഴത്തേക്ക് ഇതാ നോക്കേ, 7√2നെ റൂട്ടിനകത്ത് 7 into 7 into 2, ദാറ്റ് ഈസ് 7 7s are 49, 49 into 2 98. സോ √98. അപ്പൊ ഇങ്ങനെയാണ് ടെക്സ്റ്റ് കിടക്കുന്നത്. പക്ഷെ ഇതുപോലെ എഴുതണമെന്നില്ല. 5√2, 6√2, 7√2 ഇത്ര എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. അതുകൊണ്ട് ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 1 square, 5 square, 7 square, 73 എക്സെട്ര. ശ്രദ്ധിക്കണം, 7³ അല്ല, ഇത് 73 ആണ്. സോ 1 square 1, 5 square 25, 7 square 49, 73 എക്സെട്ര. സോ ഇവിടുത്തെ ഡിഫറൻസ് നോക്കാം നമുക്ക്. a2 minus a1 എന്തായിരിക്കും? 25 minus 1 is equal to 24. a3 minus a2 എന്തായിരിക്കും? 49 minus 25, that is again 24. സോ ഇവിടെ നമുക്ക് എഴുതാം a2 minus a1 is equal to a3 minus a2. Therefore, this is AP. ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഇതെന്താണ് AP ആണ്. സോ ഇതിന്റെ കോമൺ ഡിഫറൻസ് D എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24. അടുത്ത നെക്സ്റ്റ് 3 ടേംസ് ആണ്. നെക്സ്റ്റ് 3 ടേംസ് കിട്ടാൻ നമ്മൾ എന്തോ ചെയ്യുന്നത്? ലാസ്റ്റ് ടേം ആയിട്ടുള്ള 73യുടെ കൂടെ കോമൺ ഡിഫറൻസ് 24 ആഡ് ചെയ്യണം. സോ കോമൺ ഡിഫറൻസ് 24 ആഡ് ചെയ്യുമ്പോൾ 73 പ്ലസ് 24 എന്ത് കിട്ടും? 97 കിട്ടും. അതിനുശേഷം 97ന്റെ കൂടെ വീണ്ടും 24 ആഡ് ചെയ്യുമ്പോൾ 121, വീണ്ടും 24 ആഡ് ചെയ്യുമ്പോൾ 145. Therefore ഇതാണ് നെക്സ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത്. ഞാനപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പ്രോബ്ലംസ് വന്ന സെക്ഷനാണ് പാർട്ട് 2. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോബ്ലംസ് കൂടുതൽ തവണ എഴുതി പഠിക്കുക. സോ ഒരു പ്രാവശ്യം വീഡിയോ കാണുക, അതിനുശേഷം ഓരോ പ്രോബ്ലംസ് ആയിട്ട് ചെയ്ത് പഠിക്കുക. നോട്ട്ബുക്കിൽ നോട്ട്സ് എഴുതുക. ഓക്കെ, അതിനുശേഷം സെപ്പറേറ്റ് ആയിട്ട് ബുക്കിലോ പേപ്പറിലോ ഈ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സ്പീഡ് കിട്ടത്തുള്ളൂ. അങ്ങനെ സ്പീഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്തടുത്ത സെക്ഷൻസിൽ വരുമ്പോഴത്തേക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഈസി ആകത്തുള്ളൂ. സോ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. പ്രോബ്ലംസ് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, സോ നമ്മുടെ പാർട്ട് 2 ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. താങ്ക് യു.